വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ ചീസ് പാറ്റീസ് ആണ്. 10-12 ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ കുരുമുളകും ഇവ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് അല്പം വെള്ളമൊഴിക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുത്താം. ഇനി അത് മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഒരു വലിയ സവാള ചെറുതായി കൊത്തിയരിഞ്ഞത്, രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, നമ്മൾ സോയ സോസ് ചേർക്കുന്നതാണ്. പിന്നെ അതുപോലെ ചിക്കനിലും ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ സോയ സോസ് ഒഴിക്കാം. നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് പിച്ചിയെടുത്തതാണ്, അത് ഒരു കപ്പും കൂടെ ഇടാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ മിക്സ് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മോസറല്ല ചീസ് ഇടുകയാണ്. വേണമെങ്കിൽ നമുക്ക് ചെഡർ ചീസും യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചീസും ചിക്കനും ഒക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സമൂസ ഷീറ്റ്സ് എടുക്കാം. അതിൻ്റെ നടുക്ക് കുറച്ച് മൈദ പേസ്റ്റ് ചേർക്കാം. ഇത് 2 സ്പൂൺ മൈദയ്ക്ക് 2 സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ്. അതിൻ്റെ നടുക്ക് ഇത്തിരി കട്ടിയിൽ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ മറ്റൊരു സമൂസ ഷീറ്റ് വെച്ച് ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നന്നായി പ്രസ് ചെയ്യാം. ഇനി അതിൻ്റെ നടുക്ക് നമുക്ക് ഈ ചിക്കൻ ചീസ് ഫില്ലിംഗ് ചേർക്കാം. അതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന അത്രയും ഇടാം. ഇനി അതിൻ്റെ സൈഡ് നമുക്കൊന്ന് മടക്കി വെക്കാം. അതിൻ്റെ നടുക്ക് കുറച്ച് മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് അത് മടക്കി വെക്കാം. ഒന്ന് അമർത്തിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് മൈദ പേസ്റ്റ് ചേർക്കാം. ഇനി അടുത്ത സൈഡും ഒന്ന് അമർത്തി വയ്ക്കാം. ഇനി ആ ഒട്ടിച്ചതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മൈദ പേസ്റ്റ് ചേർക്കാം. ഇനി അടുത്ത സൈഡും കൂടി അമർത്തി വെച്ച് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി എല്ലാ സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് സീൽ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എണ്ണ കയറും. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മൈദ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ സൈഡും ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മളെല്ലാം അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ചീസ് പാറ്റീസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മൾ ചിക്കനും ചീസും ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. ഒരുപാട് സ്പൈസിയും അല്ല ഇത്, കുരുമുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട്. ഒരു സൈഡ് മൊരിഞ്ഞെങ്കിൽ നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പോൾ നമ്മളുടെ ചീസിൻ്റെയും സ്പ്രിംഗ് ഓണിയൻ്റെയും എല്ലാം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. അങ്ങനെ നമുക്ക് ഇപ്പം മൊരിഞ്ഞെങ്കിൽ അത് നമുക്കെടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ചീസ് പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.